ഇത് തന്നെയാണ്. അഭിലാഷ് ടോമിയെ വറുത്തു കോരുന്ന കണ്ടല്ലോ. ഇത്രയും വലിയ ഒരു സംവാദകനുമായി ഏറ്റുമുട്ടുമ്പോൾ അല്പം പോലും ഗൃഹപാഠം ചെയ്യാതെ ആണോ പോയി തല വെച്ച് കൊടുക്കുന്നത്? സാറിന് പോകാമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞ ഇത്രയാണ്. ഇത് ഈ റെട്ടറിക്കൽ പ്ലോയ്സ്, അതേപോലെ തന്നെ അപ്പീൽ ടു ഇമോഷൻ, ഇതൊക്കെ ബേസിക്കലി ഉദാഹരണമായിട്ട് ഒരു മത സമ്മേളനം അല്ലെങ്കിൽ ഒരു മതാത്മക രാഷ്ട്രീയം, അല്ലെങ്കിൽ നമ്മൾ തെരുവിലൊക്കെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഗുജറാത്തിലെ കേസ് പറയുന്നത് ഒരു ഗർഭിണിയുടെ വയറ് കീറുന്ന കുട്ടിയെ പുറത്തെടുത്ത് അതിനെ ചെയ്തു, അതിനെ പീഡിപ്പിച്ചു, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ ആളുകളുടെ വികാരം കുത്തിയിളക്കുന്ന രീതിയിൽ സംസാരിക്കുക, അത് എന്നിരുന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുക നാടക ഡയലോഗ് പോലെ. അതൊരു ഐ ഡോണ്ട് കൺസിഡർ ഇറ്റ് ആസ് ഒരു സംവാദം ആയിട്ട് എനിക്കത് തോന്നുന്നില്ല. അത് ബേസിക്കലി അത് അഡ്രസ് ചെയ്യാൻ, ഇത് സാധാരണ ഇതിൽ ബേസിക്കലി ഇറ്റ് ഹാപ്പൻസ് ഇൻ എന്താണ് പറയുന്നത് മത ചടങ്ങുകളിലൊക്കെ. കാരണം ഇപ്പൊ ഞാൻ പലരും കണ്ടുകൊണ്ടിരുന്ന ഈ പാലസ്തീന്റെ പ്രതിനിധി തന്നെ UN ജനറൽ അസംബ്ലിയിൽ ഇരുന്ന് ഞാൻ കാണിച്ച ഒരു സ്ലൈഡ് നിങ്ങൾ കണ്ടു. പുള്ളി ഇരുന്ന് കരയുകയാണ്, കുട്ടികൾ കുട്ടികൾ കുട്ടികൾ, എന്നിട്ട് ആക്രോശിക്കുന്നു, കരയുന്നു, തുടക്കുന്നു. ഇത് മറ്റുള്ളവർക്കും ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ ചെയ്യാം. ഇവിടെ യുക്രൈന്റെ പ്രതിനിധിക്ക് അവിടെ വന്നിരുന്ന് 100 തവണ ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം ഇത്. പക്ഷെ ഇത് ചെയ്യുന്നത് ബേസിക്കലി ഇത്തരത്തിലുള്ള മെലോ ഡ്രാമകൾ സൃഷ്ടിക്കപ്പെടുന്നത് അത് ഒരു ഉദ്ദേശം, ഒരു അജണ്ടയുടെ പുറത്താണ്. അത് അത്തരം ആളുകളെ സ്വാധീനിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ എന്തിനാണ് ഗാസയിൽ ഈ ജനറ്റിക് ആയിട്ട് ഡിസീസ് ഉണ്ടെന്ന് ആർക്കും കണ്ടാൽ മനസ്സിലാകുന്ന ഫോട്ടോഷൂട്ടുകൾ നടത്തുന്നു. ഇപ്പോ പട്ടിണി കൊണ്ട് കഷ്ടപ്പെടുന്ന മനുഷ്യർ ഗാസയിലുണ്ടെന്നുള്ള ഏറ്റവും നല്ല ഉദാഹരണം പട്ടിണി എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് ആ ബന്ദികളെ നോക്കിയാൽ മതി. ആ ബന്ദികൾക്ക് ആഹാരം കൊണ്ട് കൊടുക്കുകയും അതിന്റെ തൊട്ടിപ്പുറത്തിരുന്ന് ആഹാരം, ഇത് മാങ്ങയും മാമ്പഴവും ഒക്കെ കഴിക്കുകയും ചെയ്യുന്ന ഹമാസും ഉണ്ട്. ഹമാസ് എന്ന് വെച്ചാൽ അവർ ഭയങ്കര ചീർത്ത് തുടുത്തിരിക്കുന്ന ഹമാസും എല്ലും തോലുമായിരിക്കുന്ന ബന്ദികൾ. എന്നിട്ട് അവരെ കൊണ്ട് തന്നെ അവരുടെ ഗ്രേവ്, കല്ലറ ഒരുക്കുന്നു, എന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നു, അത് ഷൂട്ട് ചെയ്യുന്നു, കാണിക്കുന്നു. ഇതിനു മുന്നേയും ഈ ബന്ദികളെ കൈമാറിയ പല ബന്ദികളും 10-25 കിലോ നഷ്ടപ്പെട്ട് ഇനീഷ്യേറ്റഡ് ആയിട്ടുള്ള കണ്ണൊക്കെ ശരിക്കും അവരാണ് ശരിക്കും ഈ പട്ടിണി എന്ന് പറയുന്ന സാധനം. അതായത് ഓക്കെ, പോഷകാഹാരക്കുറവുണ്ടാകും ആളുകൾക്ക്, അവർക്ക് ഉദ്ദേശിക്കുന്ന പോഷകാഹാരങ്ങൾ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ പോഷകാഹാരക്കുറവ്. പക്ഷെ ഒരു പട്ടിണി എന്ന് പറയുന്നത് ഒരു കുട്ടിക്കായിരിക്കില്ല ഉണ്ടാവുന്നത്, ആ കുട്ടിക്ക് ചുറ്റുമുള്ള ആളുകൾ. ഉദാഹരണമായിട്ട് ഒരു അമ്മ ഒരു കുട്ടിയെ പിടിച്ചോണ്ടിരിക്കുകയാണ്, അമ്മയെ കാണുമ്പോൾ നോർമലാണ്, കുട്ടിക്ക് പ്രശ്നം. അതിന് ചുറ്റുമുള്ള ആളുകൾ, ഡോക്ടർക്കും കുഴപ്പമില്ല. അപ്പം കാരണം ഒരു അമ്മയ്ക്ക് എന്ത് കിട്ടിയാലും അത് ആദ്യം കൊടുക്കുന്ന കുട്ടിക്കായിരിക്കും. ഈ അമ്മ വീഴാതെ, അതാണ് ഒരു അമ്മയുടെ അതൊരു ജനറ്റിക് പ്രോഗ്രാമാണ്. അത് അമ്മമാരുടെ മഹത്വം എന്ന് നമ്മൾ പറയുമെങ്കിലും അത് മനുഷ്യരായാലും ഏത് മൃഗമായാലും പരമാവധി ആ കുട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അമ്മമാർക്കൊന്നും കുഴപ്പമില്ല. അമ്മമാരുടെയൊക്കെ പ്ലക്കാർഡുകൾ നിങ്ങൾ ഈ അടുത്തിടെ തന്നെ ഒരു വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് അത് അമ്മമാര് പട്ടിണിക്കെതിരെ പ്രകടനം നടത്തുകയാണ്. അമ്മമാർക്ക് കുഴപ്പമില്ല. കുഴപ്പമില്ലെന്ന് മാത്രമല്ല, ചിലരൊക്കെ ഓവർ വെയിറ്റുമാണ് അതിനകത്ത്. ഓക്കെ, അതിനെ ഞാൻ ഐ ആം നോട്ട് ഫൈൻഡിങ് ഫോൾട്ട് വിത്ത് ദം. പക്ഷെ ഞാൻ പറഞ്ഞത് പട്ടിണിയാണെന്നുണ്ടെങ്കിൽ അത് വ്യാപകമായി കാണണം. അവിടെ നിന്ന് 1-2 ചെറി പിക്ക് ചെയ്ത് ആളുകൾ എടുത്താൽ മതിയാകില്ല. അങ്ങനെ ഒരു പട്ടിണിയില്ല. ഒരാൾക്ക് മാത്രം നിഷേധിക്കപ്പെടുന്ന, അല്ലെ 10 പേർക്ക് മാത്രം നിഷേധിക്കപ്പെടുന്ന പട്ടിണിയില്ല. ഓഫ് കോഴ്സ് അവിടെ പോഷകാഹാരക്കുറപ്പുണ്ടാവും, അവിടെ ഹൈജീന്റെ പ്രശ്നം ഉണ്ടാവും, ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. ആ ഒരു ഫാക്ട് അതെവിടെയായാലും ഉണ്ടാവുമല്ലോ. ഒരു യുദ്ധം ഇത്രയും നാളെ നീണ്ട്, ഇന്ന് നെതന്യാഹു ചോദിച്ച ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു. നെതന്യാഹു ചോദിച്ച ഇത്രേ ഉള്ളൂ, ഈ ഗാസയിൽ 2 വർഷത്തോളമായിട്ട് യുദ്ധം നടക്കുന്നു, അവിടെ കൃത്യമായിട്ട് ആഹാരം ആളുകൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ 3 നേരം ആഹാരം കഴിക്കണം മനുഷ്യന്. നിങ്ങൾ ഈ പറയുന്നത് എത്ര പേര് അതിജീവിക്കുമായിരുന്നു ഈ 23 ലക്ഷത്തില് അല്ലെ 20 ലക്ഷത്തില്? ഒരു നിർണായകമായ ചോദ്യമാണ്. പിന്നെ വംശത്തെ ഏനാണെന്നുണ്ടെങ്കിൽ ഇത്രയും എത്ര സൂക്ഷ്മമായിട്ട് ഓപ്പറേറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് ഇപ്പോഴും ഈ 22 വർഷത്തിന് ശേഷം, 22-23 മാസത്തിന് ശേഷവും ഇസ്രായേൽ പറയുന്ന ഒരു ഫൈനൽ അസോൾട്ട് നടത്തണം ഗാസ സിറ്റിയിലും മവാസി ആ ഏരിയയിലും. ഇപ്പോഴും ഞങ്ങൾ അധികം ടച്ച് ചെയ്തിട്ടില്ല. അവിടെ ആയിരിക്കാം ബന്ദികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പൊ അങ്ങോട്ട് പോകണമെന്നാണ് പറയുന്നത്. ഫൈനൽ 6 മാസം വരെ എടുക്കുമെന്ന് പറയും. എന്തിനാണ് 6 മാസം? ആളുകൾ പറയും നിങ്ങൾക്ക് എന്താ ബന്ദിയെ പിടിച്ചൂടെ? എന്തിനാണ് ഇസ്രായേൽ സൈന്യം പുതുതായിട്ട് 6 മാസം എടുക്കുമെന്ന് പറയുന്നത്? 4 മുതൽ 6 മാസം. ഇയാൾ സമീർ പറഞ്ഞിരിക്കുന്നത് അത് അത്രയെങ്കിലും സമയം വേണമെങ്കിൽ എന്തിനാണ്? അവിടെ നശിപ്പിക്കാനാണ്, കീഴടക്കാൻ. ഇത്രയും കുറച്ച് സ്ഥലം, മേ ബി അതെല്ലാം കൂടെ ഒരു എത്ര സ്ക്വയർ കിലോമീറ്റർ കാണും? ഒരു 10-40 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം
4x10 അതൊക്കെ ആയിരിക്കും. അത്രയും വളരെ കുറച്ച് സ്ഥലം, നമ്മളൊരു സൈക്കിൾ എടുത്തുകൊണ്ട് പോയി കറങ്ങി വരാവുന്ന ഈ സ്ഥലം ഒരു ദിവസം എടുക്കാതിരിക്കും. ആ സ്ഥലം കീഴടക്കാനായിട്ട് ഈ 4 മുതൽ 6 മാസം വരെ പറയാൻ എന്തിനാണ്? അതിസൂക്ഷ്മമായിട്ട് ജനങ്ങളെ ഹാംസ് വേയിൽ നിന്ന് പരമാവധി മാറ്റിക്കൊണ്ട് അവർക്ക് ആഹാരവും മറ്റ് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ഇത് ചെയ്യാനാണ്. ഇങ്ങനെ എവിടെയാണ്, ആരാണ് ചെയ്യുന്നത്? ഏത് യുദ്ധത്തിൽ ഏർപ്പെട്ട ഏത് രാജ്യമാണ് ചെയ്യുന്നത്? അതൊരു ചോദ്യമല്ലേ? അവർക്ക് വേണ്ടി ആരും നിങ്ങൾ വിലപിക്കുന്നുമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് മാത്രം വിലപിക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. വിലപിക്കുന്നു, പക്ഷെ ഒരു അളവുകോൽ എല്ലായിടത്തും ആവശ്യമാണ്. അതിനാണ് നീതി എന്ന് പറയുന്നത്. ഒരാൾക്ക് മാത്രം കൊടുക്കുന്ന നീതി അനീതിയാണല്ലോ. ഈ നീതി എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, ഒരു കൂട്ടർക്ക് അതിനെ നമ്മൾ പാർഷ്യാലിറ്റി എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഡിബേറ്റിൽ ഈ ഇമോഷണൽ ഡിസ്പ്ലേ, ഇത് എനിക്കൊന്നും അതിന് സംവാദത്തിലൊന്നും, ഒരു ഗൗരവമായ സംവാദത്തിലൊന്നും അതിനൊരു സാധ്യതയും അല്ലെങ്കിൽ ഒരു പ്രസക്തിയില്ല. ബട്ട് മതത്തിലും മതരാഷ്ട്രീയത്തിലും ഉണ്ടാവും. അത് അങ്ങനെയല്ല ഈ കാര്യങ്ങൾ കാണേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്കളുടെ അഭിപ്രായത്തോടെ എനിക്കൊരു വിരോധവും ഇല്ല. താങ്കളുടെ അഭിപ്രായത്തെ മാനിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയെങ്കിൽ ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. നിങ്ങൾ ടോമി പറഞ്ഞ പോയിന്റുകൾ ശ്രദ്ധിക്കുക. ഇറ്റ്സ് ട്രൂ, എല്ലാ പോയിന്റുകളും. ഏതെങ്കിലും ഒരെണ്ണം പിന്നെ സംവാദമാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ സമയത്ത് എന്താണ് പറയുന്നത്, പല കാര്യങ്ങളും ചിലപ്പോൾ ഒരു സെന്റൻസ് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ വരാം. അങ്ങനെ ഇരു കൂട്ടർക്കും വരാം. അത് ഇതിനകത്തൊന്നും കാര്യമില്ല. കുറച്ച് അന്നേരം ചിലപ്പോൾ നമ്മൾ ആ അടുക്കുകൾ ചിലപ്പോൾ തെറ്റിപ്പോകാം. നമ്മൾ ഓർത്ത ചില കാര്യങ്ങൾ പറയാതെ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാം. എന്താ ഹീറ്റ് ഓഫ് മൊമെന്റ്, ടൈം സ്പേസിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെ വിട്ടുപോവുകയും മിസ്സിംഗ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നാച്ചുറലാണ്, അതൊന്നും ഒരു കാര്യമില്ല. പറഞ്ഞതെല്ലാം തന്നെ കൃത്യമായ പോയിന്റുകളാണ്. മാത്രമല്ല പുള്ളി ഒരു ഇമോഷണൽ റെട്ടറിക്കൽ പ്ലോയ്സ് ഉപയോഗിച്ചിട്ടില്ല, അപ്പീൽ ടു ഇമോഷൻ പോലെയുള്ള ന്യായവൈകല്യങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. വളരെ കൂളായിട്ട് പോയിന്റ് പറഞ്ഞു. അങ്ങനെയാണ് ഒരു സംവാദം എപ്പോഴും വേണ്ടത്. മറ്റതൊക്കെ ചുമ്മാ ഈ എന്താണ് പറയുന്നത്, അത്തരം അതിനൊന്നും ഒരു എന്താ പറയുക, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് അതിനൊരു ക്വാളിറ്റി ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് ഞാൻ സംവാദമൊന്നും വിളിക്കാറില്ല. അതൊരു ഉത്തേജന സാഹിത്യം എന്നേ പറയാൻ കഴിയുള്ളൂ. പിന്നെ ടോമി പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഫാക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചർച്ച ചെയ്യാം. പുള്ളിക്കും തെറ്റ് പറ്റാമല്ലോ, എനിക്കും തെറ്റ് പറ്റാം, ആർക്കും തെറ്റ് പറ്റാം. നമ്മളൊരു ആരോഗ്യകരമായ സംവാദമാണ് അക്കാര്യത്തിൽ നല്ലത്. അതിന് നമ്മൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഇത്തരം കാര്യത്തിൽ പിന്നെ ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ മനുഷ്യനാണോ എന്ന് ഒരാളോട് നമ്മൾ ചോദിക്കുമ്പോൾ, ഗർഭിണിയുടെ പിന്നെ വയറ് കയറി കൊച്ചിനെ പുറത്തെടുത്തത് കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നു എന്നൊക്കെ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഈ റെട്ടറിക്കൽ പ്ലോയ്സ്, അതൊക്കെ ഒരർത്ഥത്തിൽ ഒരു മനുഷ്യാവകാശ ലംഘനം കൂടിയാണ്. മറ്റേ വ്യക്തിയെ ഡീഹ്യൂമനൈസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. മനസ്സിലായല്ലേ? ഇപ്പൊ ഉദാഹരണമായിട്ട് ജൂത ഭീകരനാണ് റബീനെ കൊന്നത് എന്നൊരു 7-8 പ്രാവശ്യം ഒരാൾ പറയുന്നു. അപ്പം ജൂത ഭീകരൻ, ജൂത തീവ്രവാദി എന്ന് പറയുന്നു. അപ്പം മറുവശത്ത് ഈ ഒക്ടോബർ 7 നടത്തിയ ആളുകളെ കുറിച്ച് സ്വാഭാവികമായിട്ട് ചോദിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾ അതൊരു മുസ്ലിം തീവ്രവാദി എന്ന് പറയാത്തത്? ജൂത തീവ്രവാദി, ജൂത ഭീകരൻ എന്ന് പറയുന്നതിന് നമുക്കൊരു പ്രശ്നവുമില്ല. എന്നാൽ ഇത്തരത്തിൽ സംസാരിക്കുന്ന നമുക്ക് പ്രശ്നമാണ്. അതെങ്ങനെയാണ് പ്രശ്നം? അത് നമ്മൾ പറഞ്ഞില്ല എന്നല്ല, അത് നമ്മൾ ബോധപൂർവം ഒഴിവാക്കി ശീലിച്ച് ഇങ്ങനെ ഒഴിവാക്കി പോവുകയാണ്. അതായത് അവിടെ മുസ്ലിം തീവ്രവാദി എന്നുണ്ട് ഉദ്ദേശിക്കുന്നത് തീവ്രവാദം പ്രവർത്തിക്കുന്ന മുസ്ലിം എന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പൊ ജൂത തീവ്രവാദി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഇതാണൊരു വിഷയം. ഇതിപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു വശത്തിന് വേണ്ടി മതപ്പണി എടുക്കുന്നു, അല്ലെങ്കിൽ പാർട്ടി പണി എടുക്കുന്നു, അല്ലെങ്കിൽ ജാതിപ്പണി എടുക്കുന്നു. ഈ 3 കാര്യങ്ങളും എസൻസിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കൂളായിട്ട്, എനിക്ക് തോന്നുന്നു ടോമി പറഞ്ഞതെല്ലാം തന്നെ വളരെ വെരി ജെന്റിൽ ആൻഡ് വെരി ലിബറൽ ആൻഡ് വെരി സിസ്റ്റമാറ്റിക്. പക്ഷെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു പ്ലോയ് ഒന്നും പുള്ളി ഉപയോഗിച്ചില്ല. അതൊരു ഓണസ്റ്റിയുടെ ഭാഗമാണ്, ഒരു ഇന്റഗ്രിറ്റിയുടെ ഭാഗമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. എനിവേ, ഐ ഹാവ് നോ പ്രോബ്ലം വിത്ത് യുവർ ഒപ്പീനിയൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ ആവാം, വ്യക്തിപരമായിട്ടൊരു വിഷയമില്ല. ഓക്കെ, റൈറ്റ്.